വെൽക്കം ടു ഫുട്ബോൾ ആൽക്കെമിസ്റ്റ്. തിരക്കൊക്കെ കഴിഞ്ഞ് വീഡിയോ ചെയ്യുമ്പോൾ നല്ലൊരു സമാധാനം. ഇന്നലെ 2 വീഡിയോ ഒക്കെ എടുത്തു, പക്ഷേ മൈക്കിൻ്റെ ഒരു ചെറിയ പ്രശ്നം, വോയിസ് ഒന്നും റെക്കോർഡായില്ല. അപ്പോൾ അതൊക്കെ വേസ്റ്റായി പോയി. എനിവേ നമുക്ക് ചെൽസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ പ്രീമിയർ ലീഗ് ആണെന്ന് എല്ലാവരും ഡിസ്കസ് ചെയ്യുന്നത് ചെൽസി ടൈറ്റിൽ ഫേവറേറ്റ്സ് ആണോ, അല്ലെങ്കിൽ ചെൽസി ടൈറ്റിൽ അടിക്കാനുള്ള സാധ്യതകൾ എത്രത്തോളം ഉണ്ടെന്നൊക്കെയാണ് എല്ലാവരും ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കതിനെക്കുറിച്ച് സംസാരിക്കാം. ഫസ്റ്റ് നമുക്ക് ചെൽസിൻ്റെ ടീമിനെ കുറിച്ച്, ചെൽസിൻ്റെ ഷേപ്പിനെ കുറിച്ചൊക്കെ ജസ്റ്റ് ഒന്ന് സംസാരിച്ച് തുടങ്ങാം. ഓക്കെ, അപ്പം ചെൽസിൻ്റെ ഒരു ടീമിലേക്ക് നോക്കുന്ന സമയത്ത് അവർ അധിക സമയത്തും ഒരു 3-4-3 ഷേപ്പിലൊക്കെയാണ് നമ്മൾക്ക് അവരെ കാണാൻ വേണ്ടി പറ്റുക. അതായത് 3 മെൻ ഡിഫൻസ്, ഒരു ബോക്സ് മിഡ്ഫീൽഡ് ആൻഡ് ഒരു ഫ്രണ്ട് 3യും അവിടെ കാണും. നമ്മൾ ഗോൾ കീപ്പറുടെ സൈഡിലേക്ക് നോക്കുന്ന സമയത്ത് അവിടെ സാഞ്ചസ് ഉണ്ട്, അതുപോലെ തന്നെ ജോർജൻസനോ വേറൊരു ഗോൾ കീപ്പറും കൂടെ ഉണ്ട്. അപ്പം ചെൽസിൻ്റെ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഗോൾ കീപ്പർ ഏരിയയാണ്. അവർ ഒരു വേൾഡ് ക്ലാസ് ഗോൾ കീപ്പർക്ക് വേണ്ടിയിട്ട് ഈ ഒരു സമ്മറിലും പുഷ് ചെയ്യുന്നതായിട്ടുള്ളൊരു കാഴ്ച നമ്മൾ കണ്ടിട്ടില്ല. അപ്പം അത് അവരെ കാര്യമായിട്ട് ബാധിക്കുന്നുണ്ട് പല ക്രൂഷ്യൽ മൊമെൻറ്റ്സിലും. അതായത് ഇപ്പം ഏതൊക്കെ പൊസിഷനിൽ ഏതൊക്കെ പ്ലെയർ ഉണ്ടായിക്കഴിഞ്ഞാലും ഈ ഒരു ഗോൾ കീപ്പറുടെ സൈഡ് ഡൗൺ ആയിക്കഴിഞ്ഞാൽ അത് ടീമിനെ വല്ലാത്ത രീതിക്ക് ബാധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല, എസ്പെഷ്യലി ടൈറ്റിൽ റേസിലേക്കൊക്കെ വരുന്ന സമയത്ത്. അപ്പോൾ ഇപ്പോൾ ഡേവിഡ് സാഞ്ചസിൻ്റെ അടുത്തു നിന്നാണ്, റോബർട്ട് സാഞ്ചസിൻ്റെ അടുത്തു നിന്നാണെങ്കിലും മറ്റോ ഗോൾ കീപ്പർ അടുത്തു നിന്നാണെങ്കിലും ക്രൂഷ്യലായിട്ടുള്ള മിസ്റ്റേക്ക് വരുന്നത്, അല്ലെങ്കിൽ അവർ ക്ലച്ചാവേണ്ട ചില മൊമെൻറ്റ്സ് ഉണ്ട്. ആ സമയത്ത് അവർ ക്ലച്ചായി മാറാത്ത കാഴ്ച നമ്മൾ ഒരുപാട് കണ്ടു. അപ്പം ഈ ഒരു ഗോൾ കീപ്പർ സൈഡ് ചെൽസിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നം തന്നെയാണ്. ഇനി നമ്മൾ ഡിഫൻസിലേക്ക് വരുന്ന സമയത്ത് അധിക സമയത്ത് ഒരു ഫ്രണ്ട് 3 നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ അവിടെ സെൻറ്റർ ബാക്കായിട്ട് പ്രധാനമായിട്ട് 2 പ്ലേയേഴ്സാണ് ഉണ്ടായിരിക്കുക. അതായത് ഗ്രൗണ്ടിൽ അവിടെ ലെവി കോൾവിൽ ഉണ്ടായിരിക്കും, വെസ്ലി ഫൊഫാന ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ലെവി കോൾവിൽ അല്ലെങ്കിൽ വെസ്ലി ഫൊഫാന ഒരാൾ പ്ലസ് ബാഡിയാഷിലെ ഉണ്ടായിരിക്കും. വേറെയും സെൻറ്റർ ബാക്സ് അവർക്ക് അവിടെ ഉണ്ട്, കുറച്ച് യങ് പ്ലേയേഴ്സ് ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം ഈ ബാഡിയാഷിലെയും കോൾവിലാണ് ഇപ്പോൾ നിലവിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്, ഈ ഫൊഫാന ഇഞ്ചേർഡായിട്ട് പുറത്തിരിക്കുന്ന ഈ ഒരു സിറ്റുവേഷനിൽ. അപ്പം പിന്നെ വിങ് ബാക്ക് സൈഡ് 2 പേരാണല്ലോ ഉള്ളത്. ഒന്നവിടെ കുക്കുറയുണ്ട്. കുക്കുറയെ അധിക സമയത്തും സ്റ്റാർട്ട് ചെയ്യുന്ന പ്ലെയറാണ്. കുക്കുറേനെ കുറിച്ച് നമുക്ക് കാര്യമായിട്ട് പറയാനുണ്ട്. കുക്കുറേൻ്റെ ഒരു ചേഞ്ച് എന്ന് പറഞ്ഞാൽ വല്ലാത്ത ചേഞ്ചാണ്. ഇപ്പോൾ നമ്മൾ സ്പേഴ്സിനായിട്ടുള്ള ആ ഒരു മാച്ച് നോക്കുക. ആ മാച്ചിൽ കുക്കുറയെ ഫസ്റ്റ് 10 മിനിറ്റിനുള്ളിൽ 2 എറർ വരുത്തുന്നുണ്ട്. സാധാ എററല്ല, 2 എററും ഗോളിലേക്ക് നയിക്കുന്ന എററാണ്. അങ്ങനെ ചെൽസി 2 ഗോൾ കൺസീഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിനുശേഷം കുക്കുറേൻ്റെ പെർഫോമൻസ് നമ്മൾ എടുത്തു നോക്കുക. ചെൽസി 4 ഗോൾ അടിച്ചിട്ട് മാച്ചിലേക്ക് തിരിച്ചു വന്നു. അപ്പം അവിടെ ഒരു മെൻറ്റാലിറ്റി ചേഞ്ച് ഉണ്ടല്ലോ. എന്ത് ചേഞ്ച് മറസ്ക ടീമിൽ കൊണ്ടുവന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുക്കുറേനെ മാത്രം എടുത്തു കൊടുത്താൽ മതി. കുക്കുറയ വേഴ്സസ് സ്പേഴ്സ് 2 ഗോൾ കൺസീഡ് ചെയ്തു. 2 ഗോൾ കൺസീഡ് ചെയ്ത് അവിടെ നിൽക്കട്ടെ, ഞങ്ങളുടെ ടീം 3 ഗോളോ 4 ഗോളോ അറ്റ്ലീസ്റ്റ് 2 ഗോൾ അടിച്ച് സമനിലെങ്കിലാക്കിയിട്ട് ഞങ്ങൾ ഇവിടുന്ന് പോവുള്ളൂ എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് നമ്മളന്ന് കുക്കുറയിൽ കണ്ടു, ചെൽസി ടീമിൽ മൊത്തം കണ്ടു. അതാണ് ഈ ടീമിൽ എൻസോ മറസ്ക കൊണ്ടുവന്നിട്ടുള്ള ചേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, അവിടെ എല്ലാവരും 100%, എല്ലാ പ്ലേയേഴ്സും 100% എൻസോ മറസ്കക്ക് കൊടുക്കുന്നുണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. അപ്പം കുക്കുറയ ഗംഭീരമായിട്ടാണ് പെർഫോം ചെയ്യുന്നത്. മൾട്ടിപ്പിൾ റോൾസ് കുക്കുറയെ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കുക്കുറയ ആസ് എ പാർട്ട് ഓഫ് ബാക്ക് 3 നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. സെൻട്രൽ ഗോൾവില്, റൈറ്റിൽ ബാദിയാഷിൽ, അതേസമയം ലെഫ്റ്റിൽ കുക്കുറയ ഇങ്ങനെ നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഇങ്ങനെ നിൽക്കുമ്പോൾ നൈസായിട്ടൊരു പ്രശ്നം കടന്നു വരുന്നുണ്ട്. ശരിക്കും നമ്മൾ ബാദിയാഷിൽ എന്ന് പറയുന്നത് ഒരു ലെഫ്റ്റ് ഫൂട്ടഡ് സെൻറ്റർ ബാക്കാണ്. അപ്പോൾ ലെഫ്റ്റ് ഫൂട്ടഡ് സെൻറ്റർ ബാക്ക് റൈറ്റ് സൈഡിൽ കളിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ജസ്റ്റ് ഇമാജിൻ ചെയ്ത് നോക്കിയാൽ മതി, പാസിങ് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റാത്ത, നാച്ചുറായിട്ട്, അതായത് ആ ഒരു ഫ്ലോയിൽ പാസ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ പലപ്പോഴും വരും. ഓക്കെ, പിന്നെ ആൾ കുറച്ച് പ്രസ്സിന് വൾണറബിളായിട്ടും പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇടയ്ക്ക് മിസ്റ്റേക്കൊക്കെ വരുത്തുന്ന ഒരു മനുഷ്യനാണ്. അങ്ങനത്തെ ഒരു പ്ലെയറെ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ റൈറ്റിൽ കളിപ്പിക്കുന്നത് എനിക്കൊരിക്കലും ഒരു നല്ല ഡിസിഷനായിട്ട് പേഴ്സണലി തോന്നിയിട്ടില്ല. അവിടെ കുറേ കൂടി ബെറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റൈറ്റ് ഫൂട്ടഡ് സെൻറ്റർ ബാക്ക് തന്നെയാണ്. ബാഡിയാഷിലെ വല്ലാണ്ട് വൾണറബിളായിട്ട് ചില സമയത്തൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ വെസ്ലി ഫൊഫാന ഉണ്ട് അവിടെ, പക്ഷേ അവർക്ക് ഇഞ്ചുറി, വെസ്ലി ഫൊഫാനെ സംബന്ധിച്ചിടത്തോളം ഇഞ്ചുറി ഒരു പ്രശ്നമാണ്. പിന്നെ അക്സൽ ഡിസാസി ഉണ്ട്. ഡിസാസിന് ആർക്കും ഇപ്പോൾ അത്ര വിശ്വാസമില്ല. പിന്നെ നമ്മൾ എടുത്തു പറയേണ്ടത് റൈറ്റ് ബാക്കിലേക്ക് നോക്കുന്ന സമയത്ത് അവിടെ മാലോ ഗുസ്തോ ഉണ്ട്. മാലോ ഗുസ്തോ പറഞ്ഞ പോലെ ആസ് എ പാർട്ട് ഓഫ് ബാക്ക് 3 നിൽക്കാനും ഇൻവേർട്ട് ചെയ്ത് മിഡ്ഫീൽഡിലേക്ക് പോകാനൊക്കെ കഴിയുന്ന ഒരു പ്ലെയറാണ്. അപ്പോൾ എല്ലാ സമയത്ത് നമ്മൾ നോക്കുവാണെങ്കിലും 2 സെൻറ്റർ ബാക്ക് ഉണ്ടായിരിക്കും ആസ് എ പാർട്ട് ഓഫ് ബാക്ക് 3 ആൻഡ് ഒരു വിങ് ബാക്കും ഉണ്ടായിരിക്കും. അപ്പോൾ അത് തന്നെ ചില സമയത്ത് ബാക്ക് 3 ഉണ്ടായിരിക്കും മാലോ ഗുസ്തോ ആയിരിക്കും, അല്ലെങ്കിൽ അവിടെ ഏത് റൈറ്റ് ബാക്കാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് ആ റൈറ്റ് ബാക്ക് ആയിരിക്കും. ചെൽസിക്ക് അവിടെ മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഉണ്ട്. അച്ചൻപോങ് ലെഫ്റ്റ് ബാക്ക് ആണോ റൈറ്റ് ബാക്ക് ആണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. ഓക്കെ,
അപ്പോൾ അവിടെ മാലോ ഗുസ്തോ ബാക്ക് ത്രീയിൽ നിൽക്കുകയാണെങ്കിൽ കുക്കുറോയ ഇൻവേർട്ട് ചെയ്ത് മിഡ്ഫീൽഡിലേക്ക് പോവുക, അല്ലെങ്കിൽ ആസ് എ പാർട്ട് ഓഫ് പിവട്ടല്ല, അതിൻ്റെ കൂടി കുറച്ചുകൂടി ഫ്രണ്ടിലോട്ട് പോയി കളിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ വേണ്ടി പറ്റും. കുക്കുറോയ ആസ് എ പാർട്ട് ഓഫ് ബാക്ക് ത്രീ നിൽക്കുകയാണെങ്കിൽ മാലോ ഗുസ്തോ മിഡിലേക്ക് ഇൻവേർട്ട് ചെയ്ത് പോയിട്ട് ഭംഗിയായിട്ട് കളിക്കുന്ന നമുക്ക് കാണാൻ വേണ്ടി പറ്റും. പിന്നെ കുക്കുറോയെ സംബന്ധിച്ചിടത്തോളം ആൾക്ക് അത്യാവശ്യം നല്ല ഡിഫെൻസീവ് ക്വാളിറ്റീസ് ഉണ്ടെന്നുള്ളതാണ്, അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ആസ് എ പാർട്ട് ഓഫ് ബാക്ക് ത്രീയിൽ കളിക്കുന്ന ആ ഒരു വിങ് ബാക്കിന് ഒരു സെൻറ്റർ ബാക്കിൻ്റെ പോലെ ഡിഫെൻസീവ് ക്വാളിറ്റി ഉള്ളത് ചെൽസിനെ സംബന്ധിച്ചിടത്തോളം ഹ്യൂജ് അഡ്വാൻറ്റേജ് ആണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം എല്ലാ പ്ലെയേഴ്സും അവരുടെ ഇൻഡിവിജ്വൽ മികവ് എല്ലാ മാച്ചിലും പുറത്തെടുക്കുന്നുണ്ട്. ഗുസ്തോ ആണെങ്കിലും, ഗുസ്തോ സബ്ബായിട്ട് വരുന്ന സമയത്താണെങ്കിലും, ഇടയ്ക്ക് ഇപ്പോൾ നമ്മൾ കണ്ടത് കായ്സഡോ റൈറ്റ് ബാക്കിൽ സ്റ്റാർട്ട് ചെയ്യുന്നു, ഗുസ്തോ സബ്ബായിട്ട് വരുന്ന കാഴ്ചയൊക്കെ കണ്ടു. അപ്പോൾ ഗുസ്തോ അടിപൊളിയായിട്ട് കളിക്കുന്നുണ്ട്. അപ്പം അങ്ങനെയാണ് ശരിക്കും ഒരു മിഡ്ഫീൽഡ് വർക്ക് ചെയ്യുന്നത്. പിന്നെ നമുക്കറിയാം അവിടെ റീസ് ജെയിംസ് ഇഞ്ചേർഡാണ്, ബാക്ക് ടു ട്രെയിനിങ്. ചിൽവെൽ ഇഞ്ചേർഡാണ്, പിന്നെ ഫൊഫാൻ ഇഞ്ചേർഡാണ്. അപ്പോൾ ഇഞ്ചുറിയൊക്കെ മാറിയിട്ട് എല്ലാവരും തിരിച്ചു വന്നു കഴിഞ്ഞാൽ പോലും ആ ഒരു സെൻറ്റർ ബാക്കിലൊരു പ്രശ്നം നിലനിൽക്കുന്നുണ്ടെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അതായത് ഒരു സോളിഡ് സെൻറ്റർ ബാക്ക്. ഇപ്പം ലിവർപൂൾ നോക്കുകയാണെങ്കിൽ അവിടെ കൊനാട്ടെ, VVD ഉണ്ട്. ഒരു പരിധിവരെ നമ്മൾ മാഞ്ചസ്റ്റർ സിറ്റീൻ്റെ മാച്ച് നോക്കുകയാണെങ്കിൽ മിഡ്ഫീൽഡും ഫ്രണ്ട് ത്രീയും എങ്ങനെ സ്ട്രഗിൾ ചെയ്ത് കഴിഞ്ഞാലും ഈ റൂബൻ ഡിയാസൊക്കെ മാച്ചിനെ പിടിച്ചു നിർത്തുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിട്ടില്ലേ? ചില സമയത്ത് ഗബ്രിയേലും സാലിബയും കൂടി ആഴ്സണലിനെ പിടിച്ചു നിർത്തുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ? അതേപോലെ ചെൽസിനെ പിടിച്ചു നിർത്താൻ ഒരു സോളിഡ് സെൻറ്റർ ബാക്ക് കൂടെ വേണം, ഒരു പക്ക സോളിഡ് സെൻറ്റർ ബാക്ക് കൂടെ വേണം. അവർ വിൻഡോയിൽ പോയിട്ട് സൈൻ ചെയ്യുമെന്നൊന്നും നമുക്കറിയില്ല, പക്ഷേ ടൈറ്റിൽ റേസിലേക്ക് വരുമ്പം ഇത്തരത്തിലുള്ളൊരു പ്ലെയർ അവർക്ക് ആവശ്യമാണ്. പ്ലസ് ഒരു സോളിഡ് ഗോൾ കീപ്പറെ കൂടെ വേണം, ഒരു പ്രോപ്പർ വിന്നറായിട്ടുള്ള ഒരു ഗോൾ കീപ്പറെ വേണം. ഓക്കെ, അപ്പം അതാണ് ചെൽസിൻ്റെ ഡിഫൻസീവ് യൂണിറ്റിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ എല്ലാവരും അത്യാവശ്യം ബോൾഡ് കംഫർട്ടബിൾ ആയിട്ടുള്ള മൾട്ടിപ്പിൾ റോൾസ് കളിക്കാൻ വേണ്ടി പറ്റുന്ന, അത്യാവശ്യം നല്ല രീതിക്ക് പാസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന, എല്ലാവരും ഡിഫൻസീവിൽ അത്യാവശ്യം കമ്മിറ്റ് ചെയ്ത് കളിക്കുന്ന പ്ലെയറാണ്. ഇപ്പോൾ തന്നെ മാലോ ഗുസ്തോനെ നോക്കുകയാണെങ്കിൽ ആൾ ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ അടിപൊളിയാണ്. ആൾക്ക് ആ പേസ് ഉണ്ട്, അത്യാവശ്യം ഡ്രിബിൾ ചെയ്യാനുള്ള ക്വാളിറ്റി ഉണ്ട്, ഫിസിക് ഉണ്ട്. അപ്പം നല്ല ത്രെറ്റ് കൊടുക്കാൻ പറ്റുന്നൊരു പ്ലെയറാണ് മാലോ ഗുസ്തോ എന്ന് പറയുന്നത്. നല്ല ക്വാളിറ്റി പ്ലെയറാണ്. സൈൻ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ലെവൽ ഓഫ് പെർഫോമൻസ് പലപ്പോഴും പലരും വിചാരിച്ചിട്ടില്ല. പക്ഷേ ആൾ റീസ് ജെയിംസിൻ്റെ ആബ്സെൻസിൽ ഗ്രൗണ്ടിലേക്ക് വരുന്ന സമയത്ത് കൃത്യമായിട്ട് ഡെലിവർ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. ഇനിയിപ്പോൾ റീസ് ജെയിംസ് ഉണ്ടെങ്കിൽ പോലും ഒരിക്കലും ഈ മാലോ ഗുസ്തോ എന്ന് പറയുന്ന പ്ലെയറെ ചെൽസിക്ക് അവിടെ നിന്ന് ഒഴിവാക്കാനേ പറ്റില്ല. കാരണം ആ ലെവലാണ് മാലോ ഗുസ്തോ മാച്ച് ബൈ മാച്ച് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പേഴ്സണലി എനിക്ക് അത്യാവശ്യം ഇഷ്ടമുള്ളൊരു പ്ലെയറാണ്. പിന്നെ നമ്മൾ മിഡ്ഫീൽഡിലേക്ക് പോകുന്ന സമയത്ത് അവിടെ ഒരു ബോക്സ് മിഡ്ഫീൽഡാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ ആ ഡബിൾ പിവട്ടിൽ 2 ആൾക്കാരുണ്ടായിരിക്കും. അതിൽ ഫിക്സ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് കായ്സഡോ ആണ്. കായ്സഡോ ഈ ഒരു സീസണിലെ പ്രീമിയർ ലീഗിലെ ഏറ്റവും ബെസ്റ്റ് ഡിഫൻസീവ് മിഡ്ഫീൽഡറാണ്. അതിലൊരു ആർഗ്യുമെൻറ്റിന് പോലും സ്ഥാനം ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. ഗ്രാവൻ ബാച്ച് എന്ന് ചിലപ്പോൾ പറയാം, പക്ഷേ എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത് ഗ്രാവൻ ബാച്ചിനേക്കാളും ഒരു പടി മുകളിൽ നിൽക്കുന്നത്, ആ ഒരു നാച്ചുറൽ നമ്പർ 6ൻ്റെ ക്വാളിറ്റീസ് എല്ലാം കാണിക്കുന്നത്, ടോപ്പ് ലെവലിൽ എല്ലാ മാച്ചിലും കൺസിസ്റ്റൻ്റായി പെർഫോം ചെയ്യുന്നത് ആരാണ്? അത് മോയിസസ് കായ്സഡോ ആണ്. എനിക്ക് പേഴ്സണലി ഗ്രാവൻ ബാച്ചിനേക്കാളും ഒരു പടി മുകളിൽ തോന്നിയിട്ടുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഗ്രാവൻ ബാച്ച് ഒരിക്കലും ഒരു നാച്ചുറൽ നമ്പർ 6 അല്ല എന്നുള്ളതും ഒരു വസ്തുതയാണ്. ഓക്കെ, അപ്പം കായ്സഡോ ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസാണ്. അപ്പോൾ കഴിഞ്ഞ സീസണിൽ നോക്കുകയാണെങ്കിൽ വേണ്ടത്ര ആൾക്ക് തിളങ്ങാൻ വേണ്ടി പറ്റിയിട്ടില്ല. അതിൻ്റെ പേരിൽ ഒരുപാട് വിമർശനങ്ങൾ കേട്ടു. ഈ സീസണിൽ മരസ്കൻ അണ്ടറിലേക്ക് വരുന്ന സമയത്ത് നല്ല രീതിക്ക് ആൾ ബോൾ വിൻ ചെയ്യുന്നുണ്ട്, നല്ല രീതിക്ക് ഡിഫൻസീവ് കോൺട്രിബ്യൂഷൻസ് കൊടുക്കുന്നുണ്ട്, അടിപൊളിയായിട്ട് പാസസ് കൊടുക്കുന്നുണ്ട്, ഡീപ്പിൽ നിന്ന് കളി ഡിക്റ്റേറ്റ് ചെയ്യുന്നുണ്ട്, ബിൽഡപ്പ് ഫേസിലൊക്കെ നല്ല രീതിക്ക് വർക്ക് ചെയ്യുന്നുണ്ട്, നല്ല രീതിക്ക് ഡിഫൻസീവ് സോളിഡിറ്റി കൊടുക്കാനൊക്കെ അത്യാവശ്യം ആൾക്ക് പറ്റുന്നുണ്ട്, കൗണ്ടേഴ്സ് സ്റ്റോപ്പ് ചെയ്യാനും അങ്ങനെയൊക്കെ. ഓക്കെ, പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ കായ്സഡോൻ്റെ കൂടെ ചിലപ്പോൾ ലാവിയനെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ലാവിയ ഒരു ഹൈ ക്വാളിറ്റി പ്ലെയറാണ്, സത്താംപ്ടണിൽ നിന്ന് വന്ന പ്ലെയറാണ്, സിറ്റിൻ്റെ അക്കാഡമി പ്ലെയറാണ്. സിറ്റിക്കൊരു ബൈബാക്ക് ഓപ്ഷനൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അത് അവർ യൂസ് ചെയ്തില്ല. ആൻഡ് നിലവിലിപ്പോൾ മിഡ്ഫീൽഡിൽ സിറ്റി കാര്യമായിട്ട് സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പറയുന്ന കൂട്ടത്തിൽ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ സിറ്റിക്ക് അവിടെ ശരിക്കും പറ്റിപ്പോയൊരു മിസ്റ്റേക്ക് ആയിരിക്കാം ചിലപ്പോൾ, എന്താ പറയുക, ലാവിയനെ പോലത്തെ ഒരു പ്ലെയറെ തിരിച്ച് കൊണ്ടുവരാഞ്ഞത്. കാരണം ലാവിയ അത്രയും ഹൈ ക്വാളിറ്റി അഡീഷനാണ്. സിറ്റിനെ പോലത്തെ ഒരു ടീമിന് ലാവിയനെ പോലത്തെ ഒരു പ്ലെയറെ ശരിക്കും അത്യാവശ്യമാണെന്ന് നമുക്ക് പറയാൻ വേണ്ടി കഴിയും. ലാവിയ ഇവിടെ സൂപ്പർ പെർഫോമൻസാണ് പുറത്തെടുക്കുന്നത്. ഡീപ്പിൽ നിന്ന്
കായ്സഡോൻ്റെ കൂടെ നിന്ന് കളി ഡിക്റ്റേറ്റ് ചെയ്യാൻ പറ്റുന്ന, ഫ്രണ്ടിലേക്ക് കുറേ കൂടി പാസ് കൊടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു പ്ലെയറാണ് റോമിയോ ലാവിയ എന്ന് പറയുന്നത്. നല്ല പ്രസ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള പ്ലെയറാണ്. ഓക്കെ, ബിൽഡപ്പിൽ നല്ല രീതിക്ക് വർക്ക് ചെയ്യുന്ന ഒരു പ്ലെയറാണ് റോമിയോ ലാവിയ. അപ്പോൾ അവിടെ ലാവിയൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഞ്ചുറിയാണ്. അപ്പോൾ ആൾ എപ്പം നല്ല 2 മാച്ച് കളിച്ച് കഴിഞ്ഞാലും 3ാമത്തെ മാച്ചിൽ ഇഞ്ചുറി വരുന്ന പോലത്തെ ഒരു സിറ്റുവേഷനാണ്. അപ്പം അതാണ് ഒരു പ്രശ്നമായിട്ട് നിലനിൽക്കുന്നത് ലാവിയൻ്റെ കേസിൽ. അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഹൈ ക്വാളിറ്റി പ്ലെയറാണ് റോമിയോ ലാവിയ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ അവിടെ ചിലപ്പം ചില സമയത്ത് ലാവിയ പുറത്തായിരിക്കാം, എൻസോ ഫെർണാണ്ടസ് അങ്ങോട്ട് വരാം, അല്ലെങ്കിൽ ഈ ഇൻവേർട്ട് ചെയ്തിട്ട് കുക്കുറോയ അങ്ങോട്ട് പോകാം, ആ ഡബിൾ പിവറ്റിൻ്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ മാലോ ഗുസ്തോ അങ്ങോട്ട് പോകുന്നതായിട്ടൊക്കെയുള്ള കാഴ്ച നമുക്ക് പല സമയത്തും കാണാൻ വേണ്ടി കഴിയും. പിന്നെ നമുക്കിപ്പോൾ തൽക്കാലം അവിടെ 2 ആളെ വെക്കാം, അതായത് കായ്സഡോനെയും ലാവിയനെയും വെക്കാം. എന്നിട്ട് മുകളിലോട്ട് പോകുന്ന സമയത്ത് അവിടെ 2 ആൾക്കാരുണ്ട്. ആരൊക്കെയാണ് അവിടെ? ഒന്നുള്ളത് കോൾ പാമറും എൻസോ ഫെർണാണ്ടസുമാണ്. ഫസ്റ്റ് എൻസോനെ കുറിച്ച് പറയുകയാണെങ്കിൽ സീസണിൻ്റെ തുടക്കത്തിൽ ആടെ പെർഫോമൻസ് മോശമായിരുന്നു. കാരണം അദ്ദേഹത്തിന് വേറെ കുറേ ഇഷ്യൂസ് ഉണ്ട്, ഫാമിലി പേഴ്സണൽ ഇഷ്യൂസൊക്കെ ഉണ്ട്, നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അത് കാരണമായിരിക്കണം ശരിക്കും ആളുടെ പെർഫോമൻസ് ഡൗൺ ആയി പോയത്. അപ്പോൾ ഫാമിലി ഇഷ്യൂസൊക്കെ വരുന്ന സമയത്ത് ആരുടെ പെർഫോമൻസ് ആണെങ്കിലും ആരുടെ കോൺഫിഡൻസ് ആണെങ്കിലും ഡൗൺ ആയി പോകുന്നത് സ്വാഭാവികമാണ്. കാരണം മെൻ്റലി അവരതൊക്കെ നല്ല ബാധിക്കുന്നുള്ളതാണ്. അപ്പം ആൾ ആ പ്രശ്നങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് അതൊക്കെ അവിടെ തീർത്തിട്ട് തിരിച്ച് വന്ന് ചെൽസിക്ക് വേണ്ടി കണ്ടിന്യൂസ് ആയിട്ട് ഡെലിവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൾ തിരിച്ച് ഫാൻസിൻ്റെ ഹൃദയത്തിലേക്ക് കയറിയിരിക്കുകയാണ്. ആൾ ഇപ്പോൾ ആ പ്രശ്നങ്ങൾക്ക് ശേഷം ഗ്രൗണ്ടിലേക്ക് വന്നപ്പോൾ 11 ഗോൾ കോൺട്രിബ്യൂഷൻസാണ് ഇതുവരെ നടത്തിയിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഗോൾ അടിക്കുന്നുണ്ട്, അസിസ്റ്റ് കൊടുക്കുന്നുണ്ട്, തകർത്ത് കളിക്കുന്നുണ്ട് മിഡ്ഫീൽഡിൽ എൻസോ. പിന്നെ എൻസോൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻസോ ഡീപ്പിൽ നിന്ന് പണിയെടുക്കാനാണെങ്കിൽ അതിനും ആൾ ഓക്കെയാണ്. പക്ഷെ കുറേ കൂടി ബെറ്റർ എന്ന് പറയുന്നത് കുറച്ചുകൂടി ഹയർ അപ്പ് ദ പിച്ച് റോൾ കൊടുക്കുമ്പോൾ ആളത് ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. ഓക്കെ, അതായത് ഒരു നമ്പർ 10 ആയിട്ടല്ല ആൻഡ് നമ്പർ 6 ആയിട്ടല്ല, ഒരു നമ്പർ 8 ആയിട്ട്, പക്ക നമ്പർ 8 ആയിട്ട് അവിടെ വർക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പ്ലെയറാണ്. അതായത് പാൾമറിൻ്റെ കുറച്ച് ബാക്കിൽ സൂപ്പറായിട്ട് കളിക്കാൻ പറ്റുന്ന പ്ലെയറാണ്. അങ്ങനെ ഫ്രണ്ട് 3യിലേക്ക് കുറേ കൂടി കോൺട്രിബ്യൂഷൻ നടത്താൻ പറ്റുന്ന പ്ലെയറാണ് എൻസോ ഫെർണാണ്ടസ്. എൻസോ ആ പണി ഭംഗിയായിട്ട് എടുക്കുന്നുണ്ട്. പിന്നെ എൻസോനെ കുറിച്ചൊന്നും കൂടുതൽ ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഓക്കെ, പിന്നെ നമ്മൾ പറയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൾ പാമറെ കുറിച്ചാണ്. കോൾ പാമർ ആസ് എ പാർട്ട് ഓഫ് ആ ഒരു മിഡ്ഫീൽഡ് 4 ആയിട്ട് നമുക്ക് കണക്ക് കൂട്ടാം. ആൾ എവിടെയും പാറി നടന്ന് കളിക്കാനുള്ള ഫ്രീഡം ഉള്ള ഒരു പ്ലെയറാണ് കോൾ പാമർ. അപ്പോൾ പാമറിൻ്റെ കളിലേക്ക് നോക്കുന്ന സമയത്ത് എന്താ പറയുക, പാമർ കഴിഞ്ഞ സീസണിൽ എവിടെ നിർത്തിയോ അവിടെ തന്നെ തുടങ്ങി നമുക്ക് പറയാം. സീസണിൻ്റെ തുടക്കത്തിൽ കുറച്ചൊന്ന് മങ്ങിപ്പോയെങ്കിലും ഇപ്പോൾ ആൾ ഫുൾ ഓണായിട്ട് തിരിച്ചെത്തിയിട്ടുണ്ട്. പിന്നെ ആളുടെ പെനാൽറ്റി എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഈസി ആയിട്ടുള്ള കാര്യമല്ല. പക്ഷേ പാൾമർ അത് എത്ര ഈസി ആയിട്ടാണ് എടുക്കുന്നത്. ആളുടെ ഒരു കോൺഫിഡൻസ് ഗ്രൗണ്ടിൽ ഇപ്പോൾ റൈറ്റ് കളിക്കുമ്പോൾ ആണെങ്കിലും ലെഫ്റ്റ് കളിക്കുമ്പോൾ ആണെങ്കിലും സെൻറ്റർ കളിക്കുമ്പോൾ ആണെങ്കിലും ആളുടെ ഒരു ഈസിനെസ് ഉണ്ടല്ലോ. ഇതൊക്കെ പാമർ കളിക്കുന്നുണ്ട് കഴിഞ്ഞാൽ നമുക്ക് തോന്നും ഇതൊക്കെ എത്ര ഈസിയാണ് തോന്നിപ്പോവും. ആ ഒരു രീതിക്കാണ് കോൾ പാമർ ശരിക്കും പെർഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ പാൾമർ ഈ ഒരു സീസണിൽ എനിക്ക് തോന്നുന്നു 11 ഗോളെങ്ങാനും അടിച്ചിട്ടുണ്ട്, 6-7 അസിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ചെൽസി ഇപ്പോൾ കംപ്ലീറ്റ്ലി കോൾ പാമറിൽ ഡിപ്പെൻഡഡ് ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും അല്ല. പക്ഷേ കോൾ പാമർ ടീമിന് വേണ്ടി നിരന്തരം ഡെലിവർ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ടെന്നുള്ളതാണ്. അപ്പം അതാണ് ചെൽസിൻ്റെ ഒരു ഡിഫൻസീവ് യൂണിറ്റ് പ്ലസ് മിഡ്ഫീൽഡ് എന്ന് പറയുന്നത്. അപ്പം നോക്കുവാണെങ്കിൽ ഈ വിങ് ബാക്സിൽ ആരെങ്കിലും ഒരാൾ മിഡ്ഫീൽഡിൻ്റെ, അതായത് ആ ഒരു ഡബിൾ പിവറ്റിൻ്റെ ഭാഗമായിട്ടോ, അല്ലെങ്കിൽ ഇപ്പോൾ കുക്കുറേൻ്റെ കേസ് പറയുകയാണെങ്കിൽ നമ്മൾ എൻസോനെ പറഞ്ഞല്ലോ പാമറിൻ്റെ കൂടെ, അവിടേക്ക് വരെ കുക്കു ഇൻവേർട്ട് ചെയ്ത് പോകുന്നതായിട്ടുള്ള കാഴ്ചയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ചില സമയത്ത് മാലോ ഗുസ്തും അങ്ങോട്ട് ഇൻവേർട്ട് ചെയ്ത് പോകുന്നതായിട്ടുള്ള കാഴ്ച കണ്ടിട്ടുണ്ട്. ഓക്കെ, പിന്നെ മിഡ്ഫീൽഡിൽ ചെൽസിക്ക് വേറെ ഓപ്ഷൻസൊക്കെ അവിടെ ഉണ്ട്. ചില പേരൊക്കെ ഇഞ്ചോർഡാണ്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെയും മറ്റേ ഡ്രൂയിസ്ബറി ഹോളിനെ പോലത്തെ പ്ലേയേഴ്സ് ഉണ്ട്, ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ട്. ആൻഡ്രോ സാൻറ്റോസിനെ പോലത്തെ ആൾക്കാർ വരാനുണ്ട്. സെസാരെ കസാദയുണ്ട്, അണ്ടർ-17 വേൾഡ് കപ്പിലെ ടോപ്പ് സ്കോർ ആയിരുന്നു. ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ട്. എല്ലാവരുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല, പേരൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തിരിഞ്ഞു മറിഞ്ഞു പോകും. പിന്നെ ഉഗോ ചുക്കു ഉണ്ട്, ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ട് ചെൽസിക്ക് അവിടെ. ഓക്കെ, പിന്നെ പലപ്പോഴും പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഞ്ചുറി കൺസേൺസ് ആണ്. പിന്നെ നമ്മൾ ഫ്രണ്ട് 3യിലേക്കൊക്കെ നോക്കുന്ന സമയത്ത് ചെൽസിൻ്റെ ഫ്രണ്ട് 3 അത്യാവശ്യം അടിപൊളിയാണ്.
ഇപ്പോൾ നിക്കോളാസ് ജാക്സൻ്റെ കേസ് പറയുമ്പോൾ ജാക്സണ് കാര്യമായിട്ടുള്ളൊരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. കഴിഞ്ഞ സീസണിൽ ഏറ്റവും കൂടുതൽ വിമർശനം കേട്ട ചെൽസി പ്ലേയേഴ്സിൽ ഒരാളാണ് ജാക്സൺ. കാരണം ആൾ ഒരുപാട് ചാൻസസ് സിറ്റേഴ്സ് എല്ലാ മാച്ചിലും മിസ് ചെയ്യുന്നതായിട്ടുള്ള കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ സീസണിലേക്ക് വരുന്ന സമയത്ത് ആളെ XG ഓവർ പെർഫോം ചെയ്യുന്നുണ്ട്, ഗോൾ അടിക്കുന്നുണ്ട്, അസിസ്റ്റ് കൊടുക്കുന്നുണ്ട്. ആളുടെ റണ്ണുകൾ ഒരു രക്ഷയില്ലാത്ത റണ്ണുകളാണ്. അപ്പം ഈ റണ്ണുകൾ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പലപ്പോഴും ഡിഫൻഡേഴ്സിന് ആളെ ഡബിൾ മാർക്ക് ചെയ്യേണ്ട സിറ്റുവേഷൻ വരുന്നുണ്ട്. അപ്പം അങ്ങനത്തെ സിറ്റുവേഷനിൽ സ്വാഭാവികമായിട്ടും ഒരു ചെൽസി പ്ലെയർ അവിടെ ഫ്രീ ആവും. ആ ഒരു സ്പേസൊക്കെ ഒക്യുപ്പൈ ചെയ്യുന്ന മനുഷ്യനാണ് ഒന്നെങ്കിൽ എൻസോ അല്ലെങ്കിൽ കോൾ പാമർ എന്നൊക്കെ പറയുന്നത്. അപ്പം എന്തായി കഴിഞ്ഞാലും നമ്മൾ ജാക്സൺ അപ്രിഷ്യേറ്റ് ചെയ്താൽ മതിയാവുള്ളൂ. കാരണം അത്രയും ട്രോളുകൾ കിട്ടിയ പ്ലെയറാണ്, കോൺഫിഡൻസ് ഒന്നും താഴോട്ട് പോയില്ല, ആൾ ഗിവ് അപ്പ് ചെയ്തില്ല, വർക്ക് ചെയ്തു. മറസ്കൻ്റെ സിസ്റ്റത്തിൽ സൂപ്പറായിട്ടുള്ള ഒരു കംബാക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ് നിലവിൽ നിക്കോളാസ് ജാക്സൺ എന്ന് പറയുന്നത്. പിന്നെ അവർക്ക് വിങ്സിൽ നോക്കുകയാണെങ്കിൽ ജേഡൻ സാൻജോ ഉണ്ട്, പെഡ്രോ നെറ്റോ ഉണ്ട്, അതുപോലെ തന്നെ അവർക്ക് മൾട്ടിപ്പിൾ റോൾസ് ഫ്രണ്ടിൽ കളിക്കാൻ പറ്റുന്ന എൻകുങ്കു ഉണ്ട്, അവർക്ക് മദ്വെക്കെ ഉണ്ട്. ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ട്. എല്ലാവരുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല. ഓക്കെ, ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ട്. ഇനിയിപ്പോൾ അവർക്ക് അടുത്ത സീസണിൽ ആണെന്ന് തോന്നുന്നു എസ്താവ് വില്യൻ വരാനുണ്ട്, അവർക്ക് കെൻട്രി പൈസ് വരാനുണ്ട്. അപ്പം ഇങ്ങനെ ഒരുപാട് മെറ്റീരിയൽസ് അവിടെ ഉണ്ട്. ജാവോ ഫെലിക്സൊക്കെ ബെഞ്ചിലിരിക്കുകയാണെന്ന് നമ്മൾ ആലോചിക്കണം. ഓക്കെ, അപ്പം ആരൊക്കെ എപ്പോഴൊക്കെയാണോ എൻസോ മറസ്ക ഗ്രൗണ്ടിലേക്ക് ഇറക്കി വിടുന്നത് അവരെല്ലാം മറസ്കയ്ക്ക് വേണ്ടി 100% കൊടുക്കുന്നുണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. അപ്പോൾ അതാണ് ചെൽസി സ്ക്വാഡിനെ കുറിച്ച് ജസ്റ്റ് പറയുമ്പോൾ എല്ലാ പ്ലേയേഴ്സിൻ്റെ പേരും എല്ലാവരുടെ ഫീച്ചേഴ്സും അതൊന്നും പറയാനല്ല ഉദ്ദേശിച്ചത്. ജസ്റ്റ് 3-4-3 ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ എൻസോ മറസ്കനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. മറസ്ക കൊണ്ടുവന്നിട്ടുള്ള ചേഞ്ച് ഹ്യൂജ് ചേഞ്ചാണ്. മറസ്ക ലെസ്റ്ററിൻ്റെ മാനേജറായിട്ട് വന്നു. ലെസ്റ്ററിൻ്റെ മാനേജറായതിൻ്റെ ശേഷം അദ്ദേഹം അവരെ പ്രീമിയർ ലീഗിലേക്ക് തിരിച്ചെത്തിച്ചു. പിന്നെ ചെൽസിൻ്റെ മാനേജറായി വരുന്ന സമയത്ത് എല്ലാവർക്കും ഭയങ്കര ഡൗട്ട്സും ടെൻഷനും ആയിരുന്നു. ശരിക്കും എല്ലാവരും സാറ്റിസ്ഫൈ ചെയ്യുന്ന തരത്തിലുള്ള ഒരു അപ്പോയിൻമെൻ്റ് ആയിരുന്നില്ല ശരിക്കും മറസ്കേണ്ടത്. കാരണം മറസ്ക ടോപ്പ് ഫ്ലൈറ്റിൽ അത്ര എക്സ്പീരിയൻസ് ഇല്ലാത്തൊരു മനുഷ്യനാണ്. പിന്നെ അറിയാലോ, പൊച്ചറ്റിനോ പൊട്ടിപ്പോയ ഒരു സ്ഥലമാണത്. പൊച്ചറ്റിനോ പൊട്ടിപ്പോയി. പൊച്ചറ്റിനോ എന്ന് പറഞ്ഞാൽ കുറേ കൂടി യങ് ടാലൻസിനെ വളർത്തിയെടുക്കാൻ പറ്റുന്ന മാനേജർ എന്നെല്ലാവരും വിശ്വസിച്ച ആളായിരുന്നു. ഞാനും അങ്ങനെയാണ് വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത്. ചെൽസിയിലെ ആളൊരു സക്സസ് ആയി കാണണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ എനിവേ അത് ഫെയിലിയർ ആയിപ്പോയി. അതിനുശേഷം എഗെയിൻ എക്സ്പീരിയൻസ്ഡ് അല്ലാത്തൊരു മാനേജർ വരുമ്പം സ്വാഭാവികമായിട്ടും എല്ലാവർക്കും സംശയം ഉണ്ടാവും. പക്ഷേ ആ സംശയങ്ങളെല്ലാം എൻസോ മറസ്ക ദൂരീകരിച്ചു കൊടുത്തു എന്നുള്ളതാണ് സത്യം. അപ്പം നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ പ്ലേയേഴ്സിനെ എടുത്ത് നോക്കാം. എൻസോ ഫെർണാണ്ടസ് ബെൻഫിക്കയിൽ സൂപ്പറായിരുന്നു, വേൾഡ് കപ്പിൽ സൂപ്പറായിരുന്നു. ചെൽസിയിലേക്ക് എത്തിയതിന് ശേഷം ആ ഗ്രാഫ് ഒന്ന് താഴോട്ട് പോയി. പക്ഷേ എൻസോ മറസ്ക വന്നതിന് ശേഷം ഗ്രാഫ് എഗെയിൻ കുത്തനെ മുകളിലോട്ട് ഉയരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് മോയിസസ് കൈസഡോൻ്റെ കാര്യം. ബ്രൈറ്റൺ നിന്ന് ചെൽസിയിലേക്ക് വന്നപ്പോൾ ഒന്ന് ഡിപ്പായി, മറസ്ക വന്നപ്പം ഗ്രാഫ് കുത്തനെ മേലോട്ടാണ്. ജാക്സൺ ഒന്ന് ഡിപ്പായി, ജാക്സൺ ഇപ്പം മേലോട്ടാണ്. എല്ലാ പ്ലേയേഴ്സിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിലും എല്ലാവരും സൂപ്പറായിട്ടാണ് പെർഫോം ചെയ്യുന്നത്. സാൻജോക്ക് യുണൈറ്റഡിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു, ആരും വിശ്വസിക്കാത്ത പ്ലെയറായിരുന്നു. നിലവിൽ എൻസോ മറസ്ക വന്നപ്പം ഗ്രാഫ് മേലോട്ടാണ്. അപ്പം അതാണ് മറസ്ക കൊണ്ടുവന്നിട്ടുള്ള ചേഞ്ച്. മറസ്ക കൊണ്ടുവന്നിട്ടുള്ള ചേഞ്ച് അറിയാനും ഞാൻ പറഞ്ഞല്ലോ, ആ കുക്കുറേൻ്റെ ഇൻസിഡൻറ്റ് മാത്രം മതി സ്പേഴ്സിനെതിരെയുള്ള മാച്ചിൽ. അതാണ് മറസ്ക ചെൽസിയിൽ കൊണ്ടുവന്നിട്ടുള്ള ചേഞ്ച് എന്ന് പറയുന്നത്. ചെൽസി സ്പേഴ്സിനെതിരെ 2 ഗോളിൽ പിന്നെ പോയ സമയത്ത് ഞാനൊരു ചെൽസി ഫാനല്ല, പക്ഷേ എനിക്ക് ഉറപ്പായിരുന്നു ചെൽസി 2 എണ്ണമെങ്കിലും തിരിച്ചടിക്കും. 3 എണ്ണം അടിച്ച് ജയിച്ചില്ലെങ്കിലും 2 എണ്ണമെങ്കിലും തിരിച്ചടിച്ച് ടീം തോൽക്കൂല. സ്പേഴ്സിനെതിരെ ഇവർ വിട്ടുകൊടുക്കൂല. മത്സരം സമനിലയിലെങ്കിലും എത്തിക്കാനുള്ള വിജയിക്കാനുള്ള പണി ഇവരെടുക്കുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അത് തന്നെ സംഭവിച്ചു അവസാനം. അപ്പം ആ ഒരു വിശ്വാസം ഒരു ചെൽസി ഫാൻ അല്ലാത്ത എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ചെൽസി ഫാൻസിന് ഈ സ്കോഡിൽ എത്രത്തോളം വിശ്വാസം ഉണ്ട് എന്നുള്ളത് എനിക്ക് ഊഹിക്കാൻ വേണ്ടി പറ്റും. എത്രത്തോളം അവർ ഹാപ്പി ആണെന്നുള്ളത് പേഴ്സണലി എനിക്ക് ഊഹിക്കാൻ വേണ്ടി പറ്റും. അപ്പം അതിനൊക്കെ നമ്മൾ ക്രെഡിറ്റ് കൊടുക്കേണ്ടത് മറസ്കക്കാണ്. അപ്പം ഒരു മാനേജർ വന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് തൻ്റെ സിസ്റ്റം പ്ലേയേഴ്സിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി, പ്ലേയേഴ്സിൻ്റെ എല്ലാ പ്ലേയേഴ്സും അതിൽ പാർട്ടാണെന്ന് പ്ലേയേഴ്സിനെ ബോധ്യപ്പെടുത്തിയിട്ട് അവരെ വേണ്ട പണി എടുപ്പിക്കുക എന്നുള്ളതാണ്. അതായത് പ്ലേയേഴ്സിന് ആവശ്യമുള്ള കോൺഫിഡൻസ് മാനേജർ സൈഡിൽ നിന്ന് കൊടുക്കണം, ആവശ്യത്തിന് മോട്ടിവേഷൻ കൊടുക്കണം. അപ്പം അതൊക്കെ പ്രോപ്പറായിട്ട് നൽകിക്കഴിഞ്ഞാൽ പിന്നെ പ്ലേയേഴ്സ് മറസ്കൻ്റെ വഴിക്ക് നിൽക്കുന്നു. മറസ്കയ്ക്ക് അറിയാം, മറസ്ക അത് പക്കായിട്ട് ചെയ്തു. പ്ലേയേഴ്സിന് ആവശ്യത്തിന് കോൺഫിഡൻസ് കൊടുത്തു, വിശ്വസിക്കേണ്ട പ്ലേയേഴ്സിനെ വിശ്വസിച്ചു. ആരും മൂപ്പരെ താഴ്ത്തി കാണുന്ന പരിപാടിയൊന്നും മൂപ്പരവിടെ ചെയ്തില്ല. ആവശ്യമുള്ള പ്ലേയേഴ്സിനെ എടുത്തു, കറക്റ്റായിട്ടുള്ള ഒരു
ഫോർമേഷനും കാര്യങ്ങളും അവിടെ ഇംപ്ലിമെൻ്റ് ചെയ്തു. അത് തന്നെ പ്ലെയേഴ്സിനെ മൂപ്പര് നിരന്തരം റൊട്ടേറ്റ് ചെയ്ത് അടിപൊളിയായിട്ട് യൂസ് ചെയ്തു. അതിൻ്റെ റിസൾട്ടാണ് നിലവിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവർക്ക് കപ്പ് ഗെയിംസ് കളിക്കാനുണ്ട്, അവർക്ക് കോൺഫറൻസ് ലീഗ് കളിക്കാനുണ്ട്, പ്രീമിയർ ലീഗ് കളിക്കാനുണ്ട്. അവർക്ക് അത്യാവശ്യം പ്ലേയേഴ്സ് ഉണ്ട്. അപ്പം ആവശ്യത്തിന് റൊട്ടേഷൻ നടത്താനുള്ള ഇതുണ്ട്. അത് ആൾ ഭംഗിയായിട്ട് ചെയ്യുന്നുമുണ്ട്. ബെഞ്ചിൽ നിന്ന് വന്ന് ഇമ്പാക്റ്റ് ഉണ്ടാക്കേണ്ട പ്ലേയേഴ്സിനെ മൂപ്പര് ബെഞ്ചിൽ നിന്ന് കൊണ്ടുവരുന്നുണ്ട്. സ്റ്റാർട്ട് ചെയ്യേണ്ട പ്ലേയേഴ്സിനെ സ്റ്റാർട്ട് ചെയ്യിക്കുക തന്നെ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം അവർക്ക് ഇനി ഒരു ഗോൾ കീപ്പർ പ്ലസ് ഒരു സെൻറ്റർ ബാക്ക് കൂടെ ഉണ്ടെങ്കിൽ അവർ ഒരു സ്ട്രോങ് ടീമാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇനിയിപ്പോൾ അവർ പ്രീമിയർ ലീഗ് അടിക്കുമോ എന്നൊക്കെ ഉള്ളതാണ് എല്ലാവരും ചോദ്യം. അപ്പോൾ നമ്മളിങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് നിലവിൽ അവർ ടൈറ്റിൽ ചാലഞ്ച് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിലവിൽ എൻ്റെ ഒരു ഫീലിംഗ് വെച്ച് നോക്കുകയാണെങ്കിൽ അവർ ടൈറ്റിൽ ചാലഞ്ച് ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഫാൻസ് പറയുന്നതിനെ ഇതാക്കി പറയുന്നതല്ല. അപ്പോൾ ഫാൻസ് അവർ ടൈറ്റിൽ ചാലഞ്ച് ചെയ്യും എന്നൊന്നും പറയാത്തത് അവർക്ക് അനാവശ്യമായിട്ടുള്ള പ്രഷർ കൊടുക്കേണ്ട എന്നുള്ള മൈൻഡിലാണ്. പക്ഷേ നിലവിൽ അവരുടെ കൺസിസ്റ്റൻസി, നിലവിൽ അവരുടെ പെർഫോമൻസ്, അവരുടെ സ്ക്വാഡ് ഒട്ടും ക്വാളിറ്റി ഇല്ലാത്തൊരു സ്ക്വാഡൊന്നുമല്ലല്ലോ ചെൽസിൻ്റെ സ്ക്വാഡ്. അണ്ടർ ഡോഗ്സ് ഒന്നുമല്ല അവർക്ക് ടോപ്പ് പ്ലേയേഴ്സ് ഉണ്ട്. എൻസോ ഫെർണാണ്ടസ് ഉണ്ട്, കായ്സഡോ ഉണ്ട്, അവർക്ക് എൻകുങ്കോനെ പോലത്തെ പ്ലേയേഴ്സ് ഉണ്ട്, പെഡ്രോ നെറ്റ് ഉണ്ട്, ജേഡൻ സാൻചോ ഉണ്ട്, അവിടെ കോൾവില്ലുണ്ട്, ഒരുപാട്. പിന്നെ എന്താ പറയുക, കുക്കുറേനെ പോലത്തെ പ്ലേയേഴ്സ് ഉണ്ട്, മാലഗുസ്ത ഉണ്ട്, ഫിറ്റായി വന്നാൽ അവിടെ റീസ് ജെയിംസ് ഉണ്ട്. അവർക്ക് പ്ലേയേഴ്സിനൊന്നും കുറവില്ല. ഇവരൊക്കെ അപാര കേപ്പബിലിറ്റി ഉള്ള പ്ലേയേഴ്സാണ്. ഓക്കെ, അപ്പം ഇങ്ങനത്തെ പ്ലേയേഴ്സൊക്കെ അവിടെ ഉണ്ട്. അപ്പം അവരൊരിക്കലും കുറച്ച് കാണാൻ വേണ്ടി പറ്റില്ല. അവർ ട്രോഫി ചാലഞ്ച് ചെയ്യേണ്ട തരത്തിലുള്ള ഒരു ടീം തന്നെയാണ്. ഇനി നമ്മൾ വേറെ കുറച്ച് സംഗതികൾ നോക്കുകയാണെങ്കിൽ, അപ്പോൾ നമുക്ക് ഫിക്സ്റ്റേഴ്സ് നോക്കാം. അതായത് അവസാനത്തെ ചെൽസിൻ്റെ ഒരു 8 മാച്ചുകൾ അല്ലെങ്കിൽ ഒരു 6-7 മാച്ചുകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ, ഏറ്റവും ലാസ്റ്റ് മാച്ച് നോട്ടിംഗ്ഹാം ഫോറസ്റ്റിനോടാണ്. അതിന് മുന്നത്തെ ചില മാച്ചസ് എടുത്ത് നോക്കുകയാണെങ്കിൽ അവർക്ക് അവസാന ഘട്ടത്തിലാണ് ലിവർപൂളിനോട് മാച്ച് വരുന്നുണ്ട്, യുണൈറ്റഡിനോട് മാച്ച് വരുന്നുണ്ട്, ന്യൂകാസിലിനോട് മാച്ച് വരുന്നുണ്ട്, എവർട്ടൺ അവസാന ടൈമിൽ ഭ്രാന്തന്മാരാകും, നമുക്കറിയാലോ. എവർട്ടനോട് മാച്ച് വരുന്നുണ്ട്, പ്ലസ് പേഴ്സിനോട് മാച്ച് വരുന്നുണ്ട്. അപ്പം അവസാനത്തെ ഒരു 8 മാച്ച് എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ 5 ക്രൂഷ്യൽ ടീംസിനോട് മാച്ച് വരുന്നുണ്ട്. അപ്പം ഈ ഒരു 5 ടീമിനൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൽ ന്യൂകാസിൽ മോസ്റ്റ് പ്രോബബ്ലി ടോപ്പ് 4 ടോപ്പ് 6 വേണ്ടി പുഷ് ചെയ്യാൻ സാധ്യതയുള്ള ടീമാണ്. ഇതിൽ നോട്ടിംഗ്ഹാം ഫോറസ്റ്റും ചിലപ്പോൾ ആ രീതിക്ക് വരാൻ സാധ്യതയുള്ള ടീമാണ്. ഇതിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ടോപ്പ് 4 പുഷ് ചെയ്യാൻ വേണ്ടി പോകുന്ന ടീമാണ്. മോസ്റ്റ് പ്രോബബ്ലി ലിവർപൂൾ ട്രോഫിക്ക് വേണ്ടി പുഷ് ചെയ്യാൻ പോകുന്ന ടീമാണ്. അപ്പം സ്പേഴ്സും ടോപ്പ് 6 റേസിലേക്ക് വരാം. അപ്പം ഇത്തരത്തിലുള്ള ടീമുകളായിട്ട് കോമ്പീറ്റ് ചെയ്യുന്ന സമയത്ത് ചെൽസിൻ്റെ ഈ ഒരു യങ് സ്ക്വാഡ് ആ സമയത്ത് കമ്പോഷർ കാണിക്കുമോ എന്നുള്ളതാണ് ഏറ്റവും വലിയ ക്വസ്റ്റ്യൻ. ഓക്കെ, നിലവിൽ ചെൽസി ഫാൻസ് പ്രഷർ കൊടുക്കുന്നില്ല. പക്ഷേ ഈ പ്രഷർ എങ്ങനെയായാലും ഒരു സമയത്ത് ഇതേ ഫോമിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ, ഫെബ്രുവരി അവസാനം വരെ ഇതേ ഫോമിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ പ്രഷർ എങ്ങനെയായാലും ചെൽസി സ്ക്വാഡിൻ്റെ തലയിലേക്ക് വരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അപ്പോൾ ടീം എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നുള്ളത് പോലെ ഇരിക്കും. ഓക്കെ, എസ്പെഷ്യലി അവസാനത്തെ ഒരു 6-7 മത്സരങ്ങൾ ഭയങ്കര ക്രൂഷ്യലാണ്. എല്ലതും വരുന്നത് ബിഗ് ടീംസിനെതിരെയാണെന്ന് നമ്മൾ ഓർക്കണം. പിന്നെ നമ്മൾ എടുത്തു പറയേണ്ടതായിട്ടുള്ള, ഇപ്പം നമ്മൾ മറ്റ് പോസിബിൾ ടൈറ്റിൽ ചാലഞ്ചേഴ്സിനെ നോക്കുകയാണെങ്കിൽ സിറ്റി, ആർസണൽ, അതുപോലെ ലിവർപൂൾ നോക്കുകയാണെങ്കിൽ അവിടെ വാൻഡേക്ക് ഉണ്ട്, കൊനാട്ടി ഉണ്ട്, സാല ഉണ്ട്, അവിടെ പിന്നെ കേർട്ടിസ് ജോൺസ് ഉണ്ട്, അവിടെ ഹാർവി എലിയോട്ട് ഉണ്ട്. ഇതൊക്കെ വേറൊരു മെൻറ്റാലിറ്റിയുള്ള പ്ലെയേഴ്സാണ്. ഇവർ മുമ്പ് ട്രോഫി അടിച്ചിട്ടുള്ള ടീംസാണ്. സിറ്റിയിലേക്ക് നോക്കുകയാണെങ്കിൽ റൂബൻ ഡിയാസ് ഉണ്ട്, അവിടെ സ്റ്റോൺസിനെ പോലത്തെ പ്ലെയേഴ്സ് ഉണ്ട്, ഡിബ്രോയിന ഉണ്ട്, ഹാലൻഡ് ഉണ്ട്, അവിടെ ബെർണാഡോ സിൽവ ഉണ്ട്, എഡേഴ്സൺ ഉണ്ട്. ഇവർ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള UCL വരെ വിൻ ചെയ്തിട്ടുള്ള മനുഷ്യന്മാരാണ്. ആഴ്സണലിൻ്റെ സൈഡിലേക്ക് നോക്കുന്ന സമയത്ത് അവർ പ്രീമിയർ ലീഗും അടിച്ചിട്ടില്ലെങ്കിലും UCL അടിച്ചിട്ടില്ലെങ്കിലും അവർക്ക് കേപ്പബിൾ ആണെന്ന് തെളിയിച്ചിട്ടുള്ള തരത്തിലുള്ളൊരു സ്ക്വാഡാണ് അവിടെ ഉള്ളത്. ഒഡേഗാർഡ് ഉണ്ട്, സാലിബ ഉണ്ട്, ഗബ്രിയേൽ ഉണ്ട്. അപ്പം അവർ ഏത് മൊമെൻറ്റിലും കളി തിരിക്കാൻ പറ്റുന്ന തരത്തിലുള്ള പ്ലെയേഴ്സാണ്. ഇപ്പോൾ നമ്മളെങ്ങനെയൊക്കെ ആഴ്സണലിനെ പൂട്ടിക്കഴിഞ്ഞാലും ഒരു സെറ്റ് പീസ് മതി അവർക്ക് ഗോൾ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്. ഇവർ കുറേ കൂടി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്ലേയേഴ്സാണ്. അപ്പോൾ അതേസമയം നമ്മൾ ചെൽസിൻ്റെ സൈഡിലേക്ക് നോക്കുന്ന സമയത്ത് അവരിൽ വിന്നേഴ്സ് ഉണ്ടോയെന്ന് വെച്ചാൽ വിന്നേഴ്സ് ഉണ്ട്, പക്ഷേ കുറവാണ്. അതായത് ഇപ്പോൾ ഒരു ട്രോഫിയൊക്കെ അടിച്ചിട്ട് ആ ട്രോഫീൻ്റെ ടേസ്റ്റ് തുടങ്ങിയ ആളുകൾ കുറവാണ്. അതൊരു പ്രശ്നമല്ല, പക്ഷേ എല്ലാതും ഇങ്ങനെ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുക. അതായത് ട്രോഫി അടിക്കാത്ത പ്ലേയേഴ്സ് ഇങ്ങനെയൊക്കെ ട്രോഫിയൊക്കെ അടിച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. എനിവേ ഈ ഒരു സമയത്ത് പ്രീമിയർ ലീഗിൻ്റെ പ്രഷറിൽ അവരെങ്ങനെ കളിക്കും എന്നുള്ളതാണ് ഈ യങ് സ്ക്വാഡ്. ഇപ്പോൾ ജേഡൻ സാൻചോനെ പോലത്തെ, അതുപോലെ നിക്കോളസ് ജാക്സനെ പോലത്തെ, എൻസോയെ പോലത്തെ, കായ്സഡോനെ പോലത്തെ, ഈ ലാവിയനെ പോലത്തെ,
കുക്കുനെ പോലത്തെ പ്ലേയേഴ്സ് എങ്ങനെ കളിക്കും ആ ഒരു പ്രഷർ ഹാൻഡിൽ ചെയ്തിട്ട്. ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ആഴ്സണലിന് ആ പ്രഷർ പക്ക തലയിൽ കയറിയപ്പോൾ പോയിൻ്റ് ഡ്രോപ്പ് ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അങ്ങനെ പല ടീമുകളും ആ പ്രഷർ തലയിൽ കയറുമ്പോൾ പോയിൻ്റ് ഡ്രോപ്പ് ചെയ്യുന്നതായിട്ടുള്ള സിറ്റുവേഷൻ കണ്ടിട്ടുണ്ട്. ടീമിൻ്റെ ബെസ്റ്റിലേക്ക് എത്താൻ പറ്റാതെ പോകുന്ന സിറ്റുവേഷൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ ആയിക്കഴിഞ്ഞാലും പ്ലേയേഴ്സിൻ്റെ തലയിലേക്ക് ഒരു സമയം കഴിഞ്ഞാൽ പ്രഷർ വരും. ഓക്കെ, അപ്പം എങ്ങനെ ചെൽസിൻ്റെ യങ് സ്ക്വാഡ് പെർഫോം ചെയ്യും ആസ് കമ്പയർഡ് ടു അതർ ടീംസ്, അതാണ് ഏറ്റവും വലിയ ഒരു ഫാക്ടർ ടൈറ്റിൽ ഡിസൈഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇനി ചെൽസി ടൈറ്റിൽ ചാലഞ്ച് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പേഴ്സണലി ഞാൻ കരുതുന്നത് ചെൽസി ടൈറ്റിൽ ചാലഞ്ച് ചെയ്യുന്നതാണ്. പ്രെഡിക്റ്റ് ചെയ്യില്ല, ഒരു ഫീലിംഗ് പറയുകയാണ്. അല്ലെങ്കിൽ ചെൽസി ടൈറ്റിൽ ചാലഞ്ച് ചെയ്ത് കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട്, അങ്ങനെ എടുക്കാം. എനിവേ അവർ ടൈറ്റിൽ ചാലഞ്ച് ചെയ്ത രസമായിരിക്കും എന്നാണ് പേഴ്സണലി എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്തെങ്കിലും കമൻറ്റ് സെക്ഷനിൽ പറയാം. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. താങ്ക് യു.